അപ്പോൾ ഇന്ന് നമ്മളൊരു A4 ഫ്രെയിം കൊറിയർ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന A4 ഫ്രെയിമിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നോർമലി റാപ്പ് ചെയ്യുന്ന പോലെ പേപ്പർ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ സൈസിൽ 2 തെർമോക്കോൾ പീസ് കട്ട് ചെയ്ത് ഫ്രണ്ടിലും ബാക്കിലും പിന്നെ 4 സൈഡ്സിലും നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ തെർമോക്കോൾ അറേഞ്ച് ചെയ്ത് വെക്കണം. തെർമോക്കോൾ വെച്ചിട്ട് 4 സൈഡിലും ടേപ്പ് കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഫുൾ സൈഡ് നമ്മൾ നന്നായിട്ട് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ടേപ്പ് ചുറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇത് ബബിൾ റാപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് ബബിൾ റാപ്പും ഒന്ന് ഒട്ടിച്ച് ഫുള്ള് ഒന്ന് ടൈറ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും പുറമേ ഞാനിങ്ങനെ സാധാരണ ഗ്ലിറ്റർ പേപ്പർ കൊണ്ടാണ് പാക്ക് ചെയ്യുന്നത്. ബോക്സിലല്ല കൊടുക്കുന്നതെങ്കിൽ, ബിക്കോസ് മഴയോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ നനഞ്ഞ് നമ്മുടെ സാധനം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നിട്ട് നമ്മൾ ഈ ഗ്ലിറ്റർ പേപ്പർ നന്നായിട്ട് സെല്ലോ ടേപ്പ് ചെയ്ത് അത് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തെടുക്കണം. ഫ്രെയിം കൊറിയർ അയക്കാനുള്ള മടി കൊണ്ട് മാത്രം A4 ഫ്രെയിംസിൻ്റെ കൊറിയർ ഓർഡേഴ്സ് എടുക്കാത്ത ഒരുപാട് ക്രാഫ്റ്റേഴ്സ് ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഒരുപാട് പാക്ക് ചെയ്ത് നന്നായിട്ട് അയച്ചാലും പോസ്റ്റ് ആണെങ്കിലും അതുപോലെ DTDC സർവീസസ് ആണെങ്കിലും അവർ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ സാധനങ്ങൾക്ക് ഡാമേജ് വരുത്താറുണ്ട്. അപ്പോൾ കസ്റ്റമർ അത്രയും നമ്മളെ വിശ്വസിച്ച് അയച്ചിട്ട് ഡാമേജ് വരുമ്പോൾ നമുക്കും വിഷമമാണ്, അവർക്കും വിഷമമാണ്. ഇങ്ങനെ നമ്മൾ കുറച്ച് മെനക്കെട്ട് ഈ ഒരു മെത്തേഡിൽ പാക്ക് ചെയ്ത് അയച്ചിട്ട് എനിക്കിങ്ങനെ ഫ്രെയിമിന് പിന്നീട് ഡാമേജസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.